സമയം രാത്രി 2:45 രാത്രി പെട്ടെന്ന് റെഡിയായി നമ്മുടെ പത്തനാപുരം ഓക്സിജന്റെ ഒരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വീട് വരെ പോകാം. പെട്ടെന്നുള്ള പോക്കാണ്ട് ബസ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു തിരുവനന്തപുരം ബസ് കിട്ടി, അതിൽ കയറി നേരെ അടൂരി എന്നിറങ്ങി. അവിടുന്ന് ഒരു പത്തനാപുരം ബസ് കയറി പത്തനാപുരത്ത് എന്നിറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക്. ഒരു 11:30 ആയപ്പോൾ ഉറങ്ങി വേണ്ടിട്ട് റെഡി ആയപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായി അമ്മ ഒരു പൊതിച്ചോറ് കൊണ്ട് കൈ തന്നു. അത്തായിക്ക് ഓൾറെഡി ഒരു പൊതിച്ചോറിന് കെട്ടി വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ തന്നെ വന്നുകൊണ്ട് എനിക്ക് ഒരു പൊതിച്ചോറ് കെട്ടി തന്നതാണ്. സത്യം പറയാലോ, കുറെ നാളായി അമ്മ കെട്ടിത്തരുന്ന പൊതിച്ചോറ് കഴിച്ചു. നല്ല പാവയ്ക്ക തോരനും ചമ്മന്തിയും മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും നാരങ്ങ അച്ചാറും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, സർപ്രൈസ് ആയിട്ട് കിട്ടിയ പൊതിയ ഇത്. രാവിലെ ഇപ്പൊ ഒരു 11 മണിയായിട്ടേ ഉള്ളൂ. പൊതി കണ്ടപ്പോൾ എനിക്ക് രാവിലെ അങ്ങ് കഴിക്കാൻ തോന്നി. ഞാനന്ന് കുളിച്ച് റെഡി ആയിട്ട് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. വേണ്ട, അടിപൊളി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയി നന്ദുവിന്റെ വീട്ടിലേക്ക് വന്നു. നന്ദു പോച്ച പറിക്കുന്നു. ഓണം വന്നു, നന്ദു പോച്ച പറിക്കുന്നു. ഗൈസ്, ഇവനാണ് ബ്ലാക്ക് പാന്തർ 93. ക്യാമറ കണ്ടാ കുറച്ച് നാണം വരുന്ന കൂട്ടത്തിലായി. ഗൈസ്, എന്റെ കണ്ണാടി അടിച്ചോണ്ട് പോയി അത് വെച്ച് ഷോ കാണിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി നമ്മുടെ പത്തനാപുരം ഓക്സിജനിലാണ്. അങ്ങനെ ഓക്സിജനിലെ പ്രൊമോഷൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുണ്ടയം വരെ പോയപ്പോഴാണ് അക്കുടൂനെ ഒന്ന് കാണാൻ എഴുതി. കുറെ നാളായി കുഞ്ഞിനെ കണ്ടിട്ട്. അവിടെ ചെന്നപ്പം എന്റെ ഫ്രണ്ട് ദിൻഷ അവിടെ ഉണ്ടായിരുന്നു. കുറെ നാൾക്ക് ശേഷം കാണുന്നോണ്ട് അവൾ എന്റെ അടുത്ത് വരുന്ന പോലും ഇല്ലായിരുന്നു. പിന്നെ കുറെ നേരം അവിടെ നിന്ന് കളിപ്പിച്ചോണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ആൾ ഓക്കെ. പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കുഞ്ഞിനും ടാറ്റ കൊടുത്ത് അവൾക്കും ടാറ്റ കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഉള്ള ബസ് ബുക്ക് ചെയ്തത് 8 മണിക്കായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്ക് ബസ് വന്നു. പുനലൂരിന് സുൽത്താൻ ബത്തേരി പോകുന്ന ബസ്സിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ നേരെ അതിൽ കയറുന്ന ഒറ്റ ഉറക്കമായിരുന്നു. അപ്പോൾ ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്ക് കൊച്ചി എത്തി.